So hi all, it's me Muhammad Najib Nazar again. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ 32ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓപ്ഷൻസിനെ പറ്റി കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കുന്നത്. ഇതെന്തിനാണ് ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ വന്നിട്ട് ഇത് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും നമ്മൾ പെട്ടെന്ന് വന്ന് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമ്മൾ പഠിക്കുന്നു, അതിനകത്ത് ട്രേഡ് ചെയ്യുന്നു, അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന അതേ കാര്യം ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രോഫിറ്റൊക്കെ നമ്മളെ കാണിക്കും. അത് കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഭീകരമായിട്ട് നഷ്ടങ്ങളിലോട്ട് പോകും. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, അതിനകത്ത് എന്താണ് കമ്പനിയുടെ ഷെയർ ട്രേഡ് ആവുന്നു, അതുപോലെ ഇക്വിറ്റി കാര്യങ്ങളൊക്കെ പഠിക്കുക, അതിൻ്റെ ബേസ് പരമായിട്ടുള്ള കുറേ ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം ഈ ഡെറിവേറ്റീവ്സിലോട്ട് വരിക. ആരും എടുത്ത് ചാടി വന്ന് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലോട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ ഓൾറെഡി നമ്മുടെ ഇക്വിറ്റി സെക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഡെറിവേറ്റീവ്സിൻ്റെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ എപ്പിസോഡ്സ് അതും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റും അതിൽ കണ്ടുവരിക. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒപ്പം നമ്മളെ കൂടെ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. ഓപ്ഷൻസിൻ്റെ ബേസിക് പറഞ്ഞപ്പോഴും ഓപ്ഷൻസിൻ്റെ ഓരോ ടേംസ് വളരെ ബേസിക്കായിട്ടുള്ള ജാർഗൻസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഓപ്ഷൻസാണ് നമുക്കുള്ളത്, ഒന്ന് കോൾ ഓപ്ഷൻ, ഒന്ന് പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരേ സമയത്ത് പറയുന്നത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാവും. ആദ്യം നമുക്ക് എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കോൾ ഓപ്ഷൻ പഠിക്കാൻ വലിയ പാടില്ല. കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോൾ ഓപ്ഷനെ ബേസ് ചെയ്തുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. നമ്മളെ സ്പോട്ട് പ്രൈസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് കോൾ ഓപ്ഷനിൽ വരുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അതിനുശേഷം വളരെ ഷാർപ്പായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടുള്ളൂ. ചുമ്മാ ഈ ഓപ്ഷൻസിനെ പറ്റി ആരെങ്കിലും പറഞ്ഞുതരാൻ വന്നാൽ നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചു നോക്കുക, എല്ലാവരും പറഞ്ഞു തരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓപ്ഷൻസ് അറിയാവുന്നില്ലടേ. നിങ്ങൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിക്കുക. ഇനി സ്റ്റോക്ക് ഇടിഞ്ഞങ്ങ് താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങളൊരു പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുക. അത്രേ ഉള്ളൂ, അല്ല വേറെ ഭീകര സംഭവങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് ഞാനും ആദ്യ കാലഘട്ടത്തിൽ ആർക്കായാലും ഒരാളെടുത്ത് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തത്. പിന്നെയാണ് ഇതിനെപ്പറ്റി നമ്മൾ പിന്നിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതും അതിൽ ഇത്ര കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നതും. അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. വളരെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമായിട്ടേ കൂട്ടാവുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ഈ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ വൺസ് ഇത് പഠിച്ചു കഴിഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു തടസ്സത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ മുമ്പിൽ നിൽക്കുക. ഈ അറിവാണ് നമ്മളിത് ചാടി കടക്കാനുള്ള കാര്യം. ഇത് ചാടിക്കടന്ന് അപ്പുറം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് എന്താണ്, നമ്മൾ പതുക്കെ ട്രേഡ് ചെയ്യാൻ പഠിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങുമ്പോഴത്തേക്ക് ഓക്കെ, പിന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മളെ വീട്ടുകാരെടുത്തോ അല്ലെങ്കിൽ ആരെടുത്താന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാം. അച്ഛാ, അമ്മ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ തരുവാണെങ്കിൽ ഞാനിതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ റെഡിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നാളെ ഒരു ജോലിയൊക്കെ ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ അതിനെല്ലാം മുന്നേ വേണ്ടുന്നത് നമുക്ക് പഠനമാണ്. അതാണ് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും വളരെ ഫ്രീ ആയിട്ട്. എത്ര ആൾക്കാർ ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല. അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാലും ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, എന്നാൽ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. ഓക്കെ, അതുപോലെ ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ കാര്യം. ഞാനത് ഓരോ വീഡിയോയിലും പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നല്ല. ഇപ്പോൾ ക്രിക്കറ്റ് കളി നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ബാറ്റ് ചെയ്യാൻ പഠിക്കാൻ പറ്റുമോ, ബോൾ ചെയ്യാൻ പഠിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ബാഡ്മിൻ്റൺ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ പറ്റുമോ? ഫുട്ബോൾ നമ്മളിതെല്ലാം ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന് അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി ഓക്കെ ഇന്ന കണക്കാണെങ്കിൽ ഫൗളാണ്, ഇന്ന കണക്കാണെങ്കിൽ പെനാൽറ്റിയാണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങി കളിച്ചില്ലെങ്കിൽ നമുക്ക് കളിക്കാൻ അറിയില്ല, നമുക്ക് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതുവരെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെയ്യുക. എനിക്കറിയാം സത്യത്തിൽ ജസ്റ്റ് ഒരു ആമുഖം ഇൻട്രൊഡക്ഷൻ തന്നെ ഭയങ്കരമായിട്ട് ലെങ്ത് ആയി പോയെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് പറയണം. കാര്യം ഓപ്ഷൻസ് ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കെങ്കിലും നിങ്ങൾ അതൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്കറിയാം. അത് അറിഞ്ഞൂടാ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ അതിനൊരു റെഫറൻസിന് വേണ്ടി, അപ്സ്റ്റോക്സ് ആയാലും സെറോദ ആയാലും ഓൾമോസ്റ്റ് സെയിം ഫോർമാറ്റാണ്. ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ അപ്സ്റ്റോക്സിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി നമ്മുടെ ഈ ഒരു സീരീസിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ അതും കൂടെ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ബേസ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം എല്ലാവരും റെഡിയാക്കി വെക്കുക. അതിനുശേഷം മസ്റ്റായിട്ട് ഡെറിവേറ്റീവ്സ് തന്നെ ആദ്യം മുതൽ കണ്ടു തുടങ്ങുക. ഈവൻ ദോ എന്നാലും ഞാൻ വീണ്ടും പറയുകയാണ്, ഓപ്ഷൻസ് നിങ്ങൾ
അടിസ്ഥാനപരമായിട്ടുള്ള എന്താണ് ഓപ്ഷൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയില്ല. ഇതിനകത്ത് കുറച്ച് വാക്കുകളുണ്ട്. ആ ലോഡ് സൈസും സ്ട്രൈക്ക് പ്രൈസും ഓപ്ഷൻ എക്സസൈസിങ് ഓപ്ഷൻ സെറ്റിൽമെൻറ്റ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഓപ്ഷൻ പ്രീമിയം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണുക മസ്റ്റായിട്ട്. ഓക്കെ, അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോയിലോട്ട് വരിക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് കോൾ ഓപ്ഷൻ. അപ്പോൾ ഈ കോൾ ഓപ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ ആദ്യമേ കയറി പറയില്ല. അത് എല്ലാം നമ്മളെ സ്ഥിരം എക്സാമ്പിളും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാടങ്ങ് ലെങ്തായി പോകുന്നു. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നെയാണ് ഞാൻ എല്ലാവരുടെ അടുത്ത് പറയുകയാണ്, വളരെ ശ്രദ്ധിച്ചിരുന്ന് ഷാർപ്പായിട്ടിരുന്ന് കുറച്ച് തല ഉപയോഗിച്ചിരുന്ന് കേൾക്കുക. ഈ കോൾ ഓപ്ഷൻ നിങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കുമായിരിക്കും. പക്ഷേ പുട്ട് ഓപ്ഷൻ എത്തുന്ന സമയം മുതൽ തല നല്ല രീതിയിലൊന്ന് ഫ്രഷ് ആയിട്ട് വേണം നമ്മൾ വീഡിയോസ് കാണാനായിട്ട് വരാൻ. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്ന മുന്നേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണുള്ളത്. രണ്ട് തരത്തിലുള്ള ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണുള്ളത്. ഒന്ന് കോൾ ഓപ്ഷൻ, ഒന്ന് പുട്ട് ഓപ്ഷൻ. അതായത് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഇത് പേടിക്കേണ്ട. ആദ്യം കേൾക്കുമ്പോഴത്തേക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ തോന്നും. പക്ഷേ നമ്മൾ കേട്ട് ഇതിനകത്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം റെഡി ആയിക്കോളും. ആദ്യമൊക്കെ എനിക്കും ഭയങ്കരമായുള്ള കൺഫ്യൂഷനുള്ള സംഭവമായിരുന്നു. എന്താണ് കോൾ ഓപ്ഷൻ, എന്താണ് പുട്ട് ഓപ്ഷൻ, ഇതിൽ ബൈ എന്താ, ഇതിൽ സെൽ എന്താ, ഇത് ആകെപ്പാട് കുഴയുന്നല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങൾ എന്നെ ട്രസ്റ്റ് മീ, ഞാൻ പതുക്കെ വളരെ സാവധാനമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കോൾ ഓപ്ഷൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആവർത്തന വിരസത വരാതിരിക്കാൻ, അങ്ങനെ തന്നെയല്ലേ എൻ്റെ മലയാളം, അതെ, പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോസിലും കഴിഞ്ഞതിൻ്റെ വീഡിയോയിലും എല്ലാം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ആ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ആ എക്സാമ്പിളിൻ്റെ പിക്ചർ മാത്രം ഞാൻ കാണിക്കത്തതേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്താണ് ആ കഥ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ വെറുതെ വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ. ഈ ഒരു പിക്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വീണ്ടും ഇനി ഒരു 10 മിനിറ്റ് പോകും. അപ്പം ആ പിക്ചർ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലൈഡിലോട്ട് പോവാം. അത് പോയിട്ട് എന്താണ് കോൾ ഓപ്ഷൻ എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു പോയതിന് ശേഷം ഏറ്റവും അവസാനം ഒരൊറ്റ സ്ലൈഡിൽ എന്താണ് കോൾ ഓപ്ഷൻ എന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എവിടെയാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടുള്ളത്, എവിടെയാണ് നിങ്ങൾ വിൽക്കേണ്ടുള്ളത്, ഇത്രയും കാര്യം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് സ്ലൈഡിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കഥ ഞാൻ കഴിഞ്ഞ ഒരു 2-3 എപ്പിസോഡായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ കഥ വളരെ ക്ലിയർ കട്ടായിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പോയാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കഥ കഴിയുമ്പോഴത്തേക്ക് ഇതാണ്ടേ നമ്മൾ ഇങ്ങനെ ഒരു 3 സിനാരിയോ വരാനാണ് സാധ്യത ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അതുപോലെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഓരോ ടേംസും ഞാൻ പറഞ്ഞു. അതിനകത്ത് സ്ട്രൈക്ക് പ്രൈസ് എന്താണ്, സ്പോട്ട് പ്രൈസ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഈ കഥയിൽ ഈ ഒരു കോൺട്രാക്റ്റ് നടന്ന് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ 3 സിനാരിയോ വരാനാണ് സാധ്യത. ഒന്നെങ്കിൽ തക്കാളിയുടെ വില 200-ലോട്ട് പോകാം. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഓക്കെ, എത്ര ആയിരിക്കും നമുക്കുള്ള ലാഭം എന്ന് പറയുന്നത്? ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി നമ്മൾ പറയുന്നത് ഓപ്ഷൻ ബയ്യറിൻ്റെ പെർസെപ്ഷനിലാണ്. അത് ആദ്യം എല്ലാവരും വളരെ ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കുക. അവസാനം സെല്ലറുടെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതുവരെ ത്രൂ ഔട്ട് നമ്മൾ പറയുന്ന ഫുള്ള് ബയ്യറിൻ്റെ വ്യൂ പോയിന്റ് ആണ്. ഓക്കെ, കോൾ ഓപ്ഷൻ ബയ്യറിൻ്റെ വ്യൂ പോയിന്റിലാണ്. ഓക്കെ, അപ്പോൾ ഹൗ മച്ച് മണി ഈസ് ബയ്യർ മേക്സ്, അതായത് വേറൊന്നുമല്ല, ബയ്യർ 100 രൂപയ്ക്കായിരുന്നു ആ ഒരു ഓൾറെഡി പറഞ്ഞ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. പ്രീമിയം 20 രൂപ ആ ഒരു കോൺട്രാക്ട് എൻ്റർ ആവാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരന് ഓൾറെഡി ഉള്ള എക്സ്പെൻസ് എത്ര? 100 പ്ലസ് പുള്ളിക്കാരൻ കൊടുത്ത 20. ഓക്കെ, കറണ്ട് മാർക്കറ്റ് പ്രൈസ് 200. അപ്പോൾ വേറൊന്നുമില്ല, പുള്ളിയുടെ പ്രോഫിറ്റ് എത്ര? പുള്ളിയുടെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് 80 രൂപ. 50 കിലോ ആണ് പുള്ളി വാങ്ങിച്ചത്. അപ്പോൾ 4000 രൂപ പുള്ളിക്ക് ഇപ്പം ലാഭമായി കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ഒരു സിനാരി, ഈ 3 സിനാരിയോ അല്ലേ എന്തായാലും വരാൻ സാധ്യതയുള്ളൂ. ഒന്നീ പ്രൈസ് കൂടാം, അല്ലെങ്കിൽ പ്രൈസ് ഒരുപോലെ സെയിം ആയിട്ട് അവിടെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ പ്രൈസ് എന്താ ചെയ്യാം, വില കുറഞ്ഞ് താഴോട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് വില കുറഞ്ഞ് താഴോട്ട് പോകുന്ന സിനാരിയോ 2. ഇപ്പോൾ പ്രൈസ് തക്കാളിയുടെ വില 100 രൂപയിൽ നിന്ന് 50 രൂപയിലോട്ട് പോയായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നിങ്ങൾ തന്നെ നോക്കിയേ. സോ വാട്ട് ഡു യു തിങ്ക് ദ ബയ്യർ വിൽ ഡു? ഞാൻ ഒന്ന് സൈലന്റ് ആവുകയാണ്, നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ ബയ്യർ എന്തായിരിക്കും അപ്പോൾ ചെയ്യുന്നതെന്ന്. ക്ലിയർലി ഇറ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ് ടു ബൈ ദ ടൊമാറ്റോ. കാര്യം ആ ടൊമാറ്റോ ബയ്യർ വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പം ആ പുള്ളിക്കാരൻ ആ ഒരു ഡീലിൽ നിന്ന് പോത്തതേ ഉള്ളൂ. കാര്യം എന്താണ്? പുള്ളിക്കാരൻ 100 രൂപയ്ക്ക് ആ തക്കാളി വാങ്ങിക്കാമെന്നാണ് ഓൾറെഡി ഓപ്ഷൻ കോൺട്രാക്റ്റിൽ എൻ്റർ അയക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ 50 രൂപ വിലയുള്ളൂ. പിന്നെന്തിനാണ്? ഓൾറെഡി ഇപ്പോൾ 20 രൂപ പുള്ളി കൊടുത്തും കഴിഞ്ഞ്. ഇനി അത് 100 രൂപയ്ക്ക് പോയി വാങ്ങിച്ചാൽ പുള്ളിക്ക് മൊത്തത്തിൽ 70 രൂപ നഷ്ടമാവും. ഇപ്പോൾ ആകെ പുള്ളിക്ക് ഒരു 20 രൂപയുടെ നഷ്ടമേ ഉള്ളൂ. ഏതാണ് ആ 20 രൂപ? ആദ്യം സെല്ലർക്ക് കൊടുത്ത ആ പ്രീമിയം.
ആ സെല്ലർക്ക് കൊടുത്ത ആ ഒരു പ്രീമിയം മാത്രമേ ഉള്ളൂ പുള്ളിക്കാരന് നഷ്ടമായിട്ടുള്ളായിരുന്നു, അതായത് ഓപ്ഷൻ ബയ്യർക്ക് നഷ്ടമാവുന്നത്. ഓക്കെ, ഹെൻസ് സെല്ലർ ഗെറ്റ്സ് ദിസ് പ്രീമിയം ബെനിഫിറ്റ് വിത്തൗട്ട് സെല്ലിംഗ് ഹെർ ടൊമാറ്റോ. അതെ, ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ കോൺസെപ്റ്റോടെ മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് ഓപ്ഷൻ സെല്ലറിൻ്റെ തക്കാളി വിറ്റതുമില്ല, എന്നാൽ ഓപ്ഷൻ സെല്ലർക്ക് ചുമ്മാ ഒരു പ്രീമിയം എമൗണ്ട് കിട്ടുകയും ചെയ്ത്. ഇതാണ് രണ്ടാമത്തെ കേസ്, പ്രൈസ് താന്നാ നടക്കുന്നത്. ഇനി അതും പോട്ടെ, മൂന്നാമത്തെ സിനാരിയോ, 100 രൂപയായിരുന്നു ഡീൽ ഉറപ്പിക്കുന്ന സമയത്ത് തക്കാളിക്ക് അവർ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്തത്. ഈ തക്കാളിയുടെ വില ഇതേ കണക്ക് തന്നെ നിന്ന് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ഫോർ വാട്ട് എവർ റീസൺസ് ആഫ്റ്റർ 1 month ദ പ്രൈസ് സ്റ്റേസ് അറ്റ് ₹100 ആൻഡ് ഡസ് നോട്ട് റിയലി ചേഞ്ച്. അതായത് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. ഈ സമയത്ത് എന്താ ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഈ സമയത്ത് നമ്മുടെ ഓപ്ഷൻ ബയർ എന്താ ചെയ്യുന്നതാണ്, അതായത് നമ്മുടെ മലക്കറി കടക്കാരൻ എന്താ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഒരു വിചാരം? പുള്ളിക്കാരൻ അപ്പോഴും വാങ്ങില്ല. കാര്യം എന്താണ്? ഓൾറെഡി പുള്ളിയുടെ 100 രൂപ പോയി, അല്ല 20 രൂപ പുള്ളി ടോക്കൺ മണി കൊടുത്തേക്കുക. ഇനി ഈ 100 രൂപ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഈ തക്കാളി ഇനി 100 രൂപയ്ക്ക് പുള്ളിക്കാരൻ വാങ്ങിക്കുവാണെങ്കിൽ അപ്പോഴും പുള്ളിയുടെ കോസ്റ്റ് 120 ആയി കഴിഞ്ഞു. അപ്പോൾ പുള്ളി ഒരിക്കലും ഇനി ആ ഒരു റിസ്ക്കും കൂടെ എടുക്കത്തില്ല. പോയ 20 അങ്ങ് പോട്ടെന്ന് വെക്കത്തേ ഉള്ളൂ. ഇഫ് പ്രൈസ് റിമെയിൻസ് ദ സെയിം ഈവൻ ഓൾസോ സെല്ലർ ഗെറ്റ്സ് ദിസ് പ്രീമിയം ബെനിഫിറ്റ് വിത്തൗട്ട് സെല്ലിംഗ് ഹെർ ടൊമാറ്റോ. അപ്പോൾ നിങ്ങൾ വേറെ ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഏതൊരു കേസിലായാലും, ലോകത്തെ ഏതൊരു കേസിലായാലും ദാണ്ട ഇങ്ങനെ 3 സിനാരിയോ വരാനേ സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ ഒരു പ്രൈസ് കൂടാം, ഒന്നെങ്കിൽ ഒരു പ്രൈസ് കുറയാം, അല്ലെങ്കിൽ ഒരു പ്രൈസ് അതുപോലെ നിൽക്കാം. പക്ഷേ ഒരു 3 സിനാരിയോ എടുക്കുമ്പോൾ, അതായത് പ്രോബബിലിറ്റി 3 എടുക്കുകയാണെങ്കിൽ അവിടെ 2 തവണയും ഓപ്ഷൻ സെല്ലർ വിജയിക്കാനാണ് സാധ്യത. ഇത് നിങ്ങളുടെ മൈൻഡിലോട്ടൊന്ന് വെച്ചേക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇതിപ്പം നമ്മളുടെ സാധാരണ ഒരു എന്താണ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ, നമ്മുടെ ജീവിത അനുഭവങ്ങൾ വെച്ച് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതെങ്ങനെ വരും എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇതെങ്ങനെയാണ് പോയി ചൂസ് ചെയ്യുന്നത്, എവിടെ പോയി നമുക്കിത് എടുക്കാം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനി മുന്നോട്ടുള്ള നമ്മുടെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് റിലയൻസിൻ്റെ സാധാരണഗതിയിലുള്ള നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് 2313 ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ്. ഇത് ഈ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2300 CE എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 2313 സ്പോട്ട് പ്രൈസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ്, നമ്മൾ തക്കാളിയുടെ കേസിൽ എന്താണ് പറഞ്ഞത്, 100 രൂപയ്ക്ക് ഒരു വില ഉറപ്പിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ബയ്യറും സെല്ലറും. അങ്ങനെ ഈ ബയ്യറും സെല്ലറും എൻ്റർ ആവുന്ന ആ ഒരു വിലയാണ് ഈ കാണിക്കുന്നത്. റിലയൻസിൻ്റെ 2300 കോൾ ഓപ്ഷൻ, അതാണ് സ്ട്രൈക്ക് പ്രൈസ്. ആ കോൾ ഓപ്ഷൻ നമ്മളിപ്പോൾ സെല്ലറുമായിട്ട് എഗ്രിമെൻ്റ് ചെയ്യണമെങ്കിൽ സെല്ലർക്ക് 44 രൂപ ആദ്യമേ പ്രീമിയം കൊടുക്കണം. ഇതാണ് സിംപ്ലി പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും വരുന്നത്. അപ്പം ഈ ഇത്രയും കാര്യം ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇത് എവിടെ പോയി എടുക്കാം, റിലയൻസിൻ്റെ എങ്ങനെയാണ് ഈ ചാർട്ടൊക്കെ ഇങ്ങനെ വന്നത്, ഈ സ്ട്രൈക്ക് പ്രൈസൊക്കെ നമുക്ക് എവിടെ കാണാം, എവിടെയാണ് നമുക്ക് പ്രീമിയം കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് മനസ്സിലായിട്ട് വരാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ നമ്മുടെ റിലയൻസിൻ്റെ സാധാരണ നമ്മുടെ അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ റിലയൻസിൻ്റെ സാധാരണ ചാർട്ടാണിത്. അപ്പം ഇവിടെ കാണുന്നതാണ്ട് ഈ ഒരു സംഭവം കൊണ്ട് അത് നിങ്ങൾക്ക് വായിക്കാം. ഓപ്ഷൻ ചെയിൻ, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിലയൻസിന് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ചെയിൻ എന്താണെന്നുള്ളത് കാണിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഫുൾ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നീക്കി കൊടുക്കുക, ഇത് ഇങ്ങോട്ട് നീക്കി കൊടുക്കുക. ഇവിടെ എന്തൊക്കെയാണ് LTP, ആസ്ക് പ്രൈസ്, ബിഡ് പ്രൈസ്, IV, വോളിയം, ഓപ്പൺ ഇൻട്രസ്റ്റ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി ഓപ്പൺ ഇൻട്രസ്റ്റും ഈ ഇൻട്രിൻസിക് വാല്യൂ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ബാക്കി പ്രീമിയം ഒക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഈ LTP കണ്ടോ, ഈ LTP ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, അതാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഈ സൈഡിൽ കാണുന്നത് പുട്ട് ഓപ്ഷൻ, ഈ സൈഡിൽ കാണുന്നത് കോൾ ഓപ്ഷൻ. അപ്പോൾ ഈ സൈഡ് നിങ്ങൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ വിട്ടേക്ക്, നമുക്ക് ഈ സൈഡ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് കോൾ, ഈ സൈഡിൽ പുട്ട്. ഓക്കെ, അപ്പോൾ സ്പോട്ട് പ്രൈസ് ഇപ്പം ഞാൻ നേരത്തെ നമ്മുടെ ഫിഗറിൽ കാണിച്ചത് റിലയൻസിൻ്റെ പ്രൈസ് 2313 നിൽക്കുന്നതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു 2 ദിവസം മുമ്പേ ആ ചാർട്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇതിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ റിലയൻസിൻ്റെ സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 2372 രൂപ 80 പൈസ. അതാണ് ഓപ്ഷൻ ടൈലിൽ ഈ മഞ്ഞ കളറിൽ കാണുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള വിലയാണ് ഈ മുകളിൽ കാണുന്നത്, അതിൻ്റെ മുകളിലോട്ടുള്ള വിലയാണ് ഈ താഴോട്ട് കാണുന്നത്. അപ്പം അതൊന്നും നിങ്ങൾ ക്ലാഷ് ആക്കണ്ട, ഇങ്ങനെ കൂടി വരുന്നതെന്ന് നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി.
അപ്പോൾ ഈ പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്ന ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ്. ഇനി മുകളിലോട്ട് നിങ്ങൾക്ക് പോകണം, അതുപോലെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് വിലയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് സ്ട്രൈക്ക് പ്രൈസിൽ നമ്മൾ എൻട്രി ചെയ്യണം, എത്രത്തോളം ഷാർപ്പായിട്ട് നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാം, അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന വീഡിയോസിൽ പഠിക്കും. ഇപ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻ എന്താണ്, അതെങ്ങനെ വാങ്ങിക്കാം വിൽക്കാമെന്ന് മാത്രം മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി സ്പോട്ട് പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടു. അപ്പോൾ ഈ പറയുന്ന 2360 എന്ന് പറയുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസിൽ നമുക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ആവണമെങ്കിൽ പ്രീമിയം 31 രൂപയാണ് നമ്മൾ സെല്ലർക്ക് കൊടുക്കാനുള്ളത്. കണ്ടോ, ഇനി 2400 നമുക്ക് എൻ്റർ ആവണമെങ്കിൽ പ്രീമിയം 15 രൂപയാണ് നമ്മൾ സെല്ലർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി, കൂടി വരുമ്പോഴത്തേക്ക് പ്രീമിയം കുറച്ച് കൊടുത്താൽ മതി. അതെന്താ അതിൻ്റെ റീസൺ എന്നൊക്കെ ഞാൻ മുന്നോട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. തൽക്കാലം നമുക്ക് അഡ്ഡ മണിയിൽ തന്നെ ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്തുവായിരുന്നു, ഈ 31 രൂപയാണ് നമ്മൾ ആദ്യം പ്രീമിയമായിട്ട് ഓപ്ഷൻ സെല്ലർക്ക് കൊടുക്കേണ്ടുള്ളത്. 31 × 250. കാര്യം എന്താണ്, 250 ആണ് നമ്മുടെ റിലയൻസിൻ്റെ ഒരു ലോട്ട് എന്ന് പറയുന്നത്. അത്രയും മാത്രം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയാണ് ഓപ്ഷൻ ചെയ്യൽ നമുക്ക് സ്പോട്ട് പ്രൈസ് കാണാനും സ്ട്രൈക്ക് പ്രൈസ് കാണാനും പ്രീമിയം ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ 2372. അപ്പം നമ്മൾ ഉദ്ദേശിക്കുക ഓക്കെ 2360 നമുക്ക് വില ഉറപ്പിക്കാം. ശരി, 2360 ആണേ. അപ്പം നമ്മൾ ചെയ്യേണ്ടുള്ളതാണ് റിലയൻസ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം 2360 നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഏതോ അതിനകത്ത് കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. കോൾ ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ. അത് ഈ 30 ഡിസംബറിൽ അവൈലബിൾ ആണ്, ജാനുവരിയിൽ അത് അവൈലബിൾ ആണ്, ഫെബ്രുവരിയിൽ അത് അവൈലബിൾ ആണ്. എന്താണോ നമ്മൾ ഫ്യൂച്ചേഴ്സിൽ പഠിച്ചത് അതുപോലെ 3 മാസത്തെ കോൺട്രാക്ട്സ് ഓപ്ഷൻസിലും അവൈലബിൾ ആണ്. നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നു, നമ്മുടെ വാച്ച് ലിസ്റ്റ് അതിൽ ആഡ് ചെയ്തു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ റിലയൻസിൻ്റെ ചാർട്ട് ഒന്നുകൂടി എടുക്കുകയാണ്. ഇനി എന്തെങ്കിലും മാറ്റമോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ റിലയൻസിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. റിലയൻസിൻ്റെ ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ കണ്ടല്ലോ. എക്സാക്ട്ലി കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും അടിക്കേണ്ട എന്ന് പറയുന്ന കാര്യം അതാണ്. ഞാൻ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡ്യുവൽ സ്ക്രീൻ ആക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നത് റിലയൻസിൻ്റെ നമ്മുടെ സാധാരണഗതിയിലുള്ള മൂവ്മെൻറ്റ്, ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ്. എന്നിട്ട് ഞാൻ ഈ സൈഡിൽ നമ്മൾ വില പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചേക്കുന്നതാണ്ട് ആ ഒരു ചാർട്ടൊന്ന് എടുക്കുക. നിങ്ങൾ നോക്കേ, എന്താണോ നമ്മൾ റിലയൻസിൻ്റെ സ്പോട്ട് പ്രൈസിൽ കാണുന്നത് അതുപോലെ, അതായത് റിലയൻസിൻ്റെ ഇക്വിറ്റി ചാർട്ടിൽ കാണുന്ന അതുപോലുള്ളൊരു ഓൾമോസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ തന്നെയല്ലേ നമ്മൾ ഇപ്പം നമ്മുടെ ഓപ്ഷൻസിൻ്റെ കോൾ ഓപ്ഷനിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കോൾ ഓപ്ഷൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചൂസ് ചെയ്യാനും എല്ലാം പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. കോൾ ഓപ്ഷൻ ഇനി വേറെ പ്രത്യേകിച്ച് ചിന്തയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എന്താണോ സ്റ്റോക്ക് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് സെയിം അതുപോലെ ആയിരിക്കും കോൾ ഓപ്ഷൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2360 CE ഈ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ എൻ്റർ ആവണമെങ്കിൽ 31 രൂപ പ്രീമിയമാണ് ഇപ്പോൾ അതിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 31 × 250 ആ ഒരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവാം. എന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്കിതൊരു ട്രേഡിംഗ് ആയിട്ടും യൂസ് ചെയ്യാം, അതുപോലെ നമുക്കിതൊരു ഹോൾഡ് ചെയ്ത് നമുക്ക് വെക്കുകയും ചെയ്യാം. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ 31 രൂപയ്ക്ക് നമ്മളിപ്പോൾ ഈ പ്രീമിയം സെല്ലർക്ക് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി വരികയെന്ന് വെച്ചോ. അപ്പോഴത്തേക്ക് ഈ 31, 32, 33, 34, 35, 36 ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ലാഭമായില്ലേ. നമ്മൾ 31 രൂപ പ്രീമിയം കൊടുത്തോളൂ, ഇതൊരു 50 വന്ന് നിന്നാൽ 19 രൂപ നമുക്ക് ലാഭമായി. അപ്പോൾ 19 × 250 നമ്മുടെ ലാഭം. അങ്ങനെ ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇൻ കേസ് സപ്പോസ് നിങ്ങൾ ചിന്തിക്കുക, ഇത് നമ്മൾ എക്സ്പയറി വരെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്, അതായത് ഡിസംബർ 30 ലാസ്റ്റ് വ്യാഴാഴ്ച വരെ ഈ മാസത്തെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, കാര്യം നമ്മളെ കോൺട്രാക്ട് ഡിസംബർ 30 അപ്പം ഇത് എത്ര ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക് ഈവൺ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാര്യം 2360 മുകളിലോട്ട് പോയെന്നും വിചാരിച്ച് നമുക്ക് ലാഭമാവോ? ഇല്ല. കാര്യം എന്താ, നമ്മൾ ഓൾറെഡി 31 രൂപ പ്രീമിയം കൊടുത്തിട്ടില്ലേ. അപ്പം ഇതിൻ്റെ ബ്രേക്ക് ഈവൺ എന്താണ്, ഇതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് എവിടെ നിന്ന് പറയാം, നെറ്റ് P&L നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ള ഒരു സംഭവമാണ്
ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി എന്ന് പറയുന്നത്. ഈ വാക്ക് കേട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇപ്പം നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. എവിടെ പോയി സെർച്ച് ചെയ്യാം, ഓപ്ഷൻ ചെയിൻ എങ്ങനെ കാണാം. ഇനി ഇത് ബൈ ചെയ്യണമെങ്കിലും സെല് ചെയ്യണമെങ്കിലും വലിയ സംഭവമൊന്നും അല്ല. അതാണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യണം, ജസ്റ്റ് നമ്മൾ ബൈയിൽ ക്ലിക്ക് ചെയ്യുക. ദാ 250 ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മൾ സാധാരണ എങ്ങനെയാണോ ബൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് കോൾ ഓപ്ഷൻ്റെ ബൈ. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് വരും വീഡിയോസിൽ നമുക്ക് മാറ്റാം. ഇവിടെ ഏറ്റവും ഓപ്ഷൻസിൻ്റെ സൂപ്പറായിട്ട് അടിപൊളിയാക്കുന്ന സാധനം എന്താണ്? 2360 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനം നമുക്കിവിടെ 31 രൂപ കൊടുത്ത് വേണമെങ്കിലും വാങ്ങാം. കാര്യം നമ്മളൊരു ടോക്കൺ മണി കൊടുത്തിട്ട് അതിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണ്. അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് വെക്കുക. ഇനി നമ്മൾ താണ്ട ആ ഒരു പഴയ എക്സാമ്പിളിലോട്ട് വന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് നമ്മുടെ എക്സാമ്പിൾ. നേരത്തെ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുതരാം. ഇനി നമ്മൾ ഈ ഒരു എക്സാമ്പിളിലോട്ട് വരും. ഇതെങ്ങനെയാണ് ഈ ഒരു 2 ചാർട്ടൊക്കെ വന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ 2313 സ്പോട്ട് പ്രൈസ് നിന്ന സമയത്ത് 2300 കോൾ ഓപ്ഷൻ്റെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവുകയാണ്. അപ്പോൾ അതാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. 44 രൂപയാണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ തക്കാളിയുടെ കഥ പറഞ്ഞ പോലെ ഇവിടെയും 3 സിനാരിയോസ് വരാം അല്ലേ. ഒന്നാമത്തെ സിനാരിയോ, പ്രൈസ് 2311 നിന്നപ്പോഴാണ് നമ്മൾ വാങ്ങിച്ചത്. അത് ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുക. അതാണ്ട് ഒരു 2295 ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു 10.20 വ്യത്യാസം. ഓക്കെ, for whatever reason at the time of expiry the price stays at 2295 range and it does not really change much. അതായത് വലിയ ഭീകര മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പ്രീമിയം 44 രൂപ paid by the buyer is non refundable, hence the loss is 44 into 250. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കേ. അത് ചിന്തിക്കാൻ നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ ആവശ്യമാണ്. ആ പല പല കാര്യങ്ങൾ എന്താണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പറയാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്, ഇവിടെ വേറൊന്നുമല്ല, ബയ്യർക്ക് അവിടെ ലാഭമില്ലാത്ത എന്തുകൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ ബ്രേക്ക് ഈവൻ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് നോക്കാം. എയർലൈൻസിൻ്റെ പ്രൈസ് 2300 സ്ട്രൈക്ക് പ്രൈസ് ആയിരുന്നു നമ്മൾ എടുത്തത്. താണ്ടേ 2300 സ്ട്രൈക്ക് പ്രൈസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ പ്രൈസ് എക്സ്പയറി ആവുന്ന സമയത്ത് 2200 പോയി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും? കാര്യം ഭീകര നഷ്ടമല്ലേ ഉണ്ടായേക്കുന്ന. അതായത് 2300 നമ്മൾ പ്രൈസ് കയറും എന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ട് നേരെ അത് 2200 പോയി. അപ്പോൾ ഒരു കാരണം വെച്ചാലും നമ്മളത് എക്സസൈസ് ചെയ്തില്ല. ഈ ഉള്ള 44 രൂപ ആദ്യം നമ്മൾ കൊടുത്ത ആ ഒരു പ്രീമിയം എമൗണ്ട് അങ്ങ് പോട്ടെന്ന് വയ്ക്കും. അപ്പോഴും നമ്മുടെ നഷ്ടം 11,000. അപ്പോൾ ഇത് നമ്മൾ അല്ലാതെ വെച്ചോണ്ടിരുന്നായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കെ, ഭയങ്കരമായുള്ള നഷ്ടത്തിലോട്ട് നമ്മൾ എത്തിയാണ്. ഇത് നമുക്ക് 44 രൂപ പോകുന്നു. ഇപ്പോൾ ഫ്യൂച്ചറിലൊക്കെ ആണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കെ, 2300 രൂപയുടെ ഒരു സാധനം നമ്മൾ എടുത്ത് 2200 പോകണമെങ്കിൽ ഭയങ്കരമായുള്ള നഷ്ടമാണ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം പേ ചെയ്യുന്ന ഒരു പ്രീമിയം എമൗണ്ട് ഉണ്ട് 44 രൂപ. റിലയൻസിൻ്റെ ഒരു ലോട്ട് 250 അപ്പോൾ ആ 11,000 ആദ്യം നമ്മുടെ നിന്ന് പോയി, അതേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ സിനാരിയോ, നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ പ്രൈസ് മൂവ്മെൻറ്റ് നടന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. സോ ഹൗ മച്ച് മണി ഈസ് ബയർ മേക്സ്? ഇവിടാണ് ക്ലിയർ കട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്. സ്ട്രൈക്ക് പ്രൈസ് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തത്? 2300 നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്തിരുന്നത്. നമ്മൾ പ്രീമിയം എത്ര രൂപ പുള്ളിക്ക് കൊടുത്തു? 44 രൂപ കൊടുത്തിട്ട് ഓപ്ഷൻ സെല്ലർക്ക് 44 രൂപ നമ്മളൊരു പ്രീമിയം കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ എൻ്റർ ആവുന്നത്. എക്സ്പയറി എത്ത സമയത്ത് സ്പോട്ട് പ്രൈസ് നിൽക്കുന്നത് 2500. അതായത് നമ്മൾ ഒരു സപ്പോസ് ഫിഗർ ഒരു 2500 അപ്പോൾ 2300 ആയിരുന്നു നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ്. അപ്പം 200 രൂപയാണോ സത്യത്തിൽ നമ്മുടെ ലാഭം? ഒരിക്കലുമല്ല. അതിനുവേണ്ടി നമ്മൾ എന്താ മനസ്സിലാക്കണം? എന്താണോ നമ്മുടെ ബ്രേക്ക് ഈവൺ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2300 രൂപയായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്, നമ്മൾ വാങ്ങിക്കാം എന്ന് ഉറപ്പിച്ചിരിക്കുന്ന നമ്മുടെ പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ ആദ്യം ഒരു പ്രീമിയം നമ്മൾ പുള്ളിക്കാരന് കൊടുത്തല്ലോ, അതും കൂടെ നമ്മൾ കൂട്ടണം. അപ്പോൾ 2344 രൂപയായി നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ്, നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. അത് നമ്മുടെ സ്പോട്ട് പ്രൈസിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ പ്രോഫിറ്റ് കിട്ടുന്നത്. 156 രൂപ. 156 ഇൻറ്റു 250 ക്വാണ്ടിറ്റി, അപ്പോൾ 39,000 രൂപ നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനെ 3 സിനാരിയോസ് ആണ് പൊതുവെ ഒരു രീതിയിൽ ഏതൊരു ലൈഫിലും നമുക്ക് നടക്കാൻ സാധ്യതയുള്ളത്. ഇനി ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം, അപ്പോൾ നമ്മൾ ഇത്രയും നേരമായിട്ട് സ്ലൈഡ് ഇങ്ങനെ പറയുന്ന ആദ്യത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നല്ലേ ഇത്. അപ്പം ഇനി മുതൽ അങ്ങനെ ആയിരിക്കും, കാര്യം ഓപ്ഷൻസിൽ അങ്ങനെ പറഞ്ഞാലേ പറ്റൂ. അപ്പോൾ ഇനി നിങ്ങളുടെ മൈൻഡിൽ ചിന്തിക്കാനുള്ളത് ഇങ്ങനെ 3 സീനിയറിയേഴ്സേ വരാം. അതായത് നമ്മൾ ഒരു കമ്പനി കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ നമ്മൾ ബയ്യറിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുന്നത് അതിൻ്റെ പ്രൈസ് ഇനി മുകളിലോട്ട് പോകും, ബുള്ളിഷ് ആയിരിക്കും എന്ന വ്യൂ പോയിന്റിലാണ്.
അതാണ് മെയിനായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ ബൈ ചെയ്തു. അത് ബൈ ചെയ്ത് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ആ പ്രൈസ് അവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ ആ പ്രൈസ് താഴോട്ട് പോകാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാം. ഈ 3 സിനാരിയോസേ എന്തായാലും നടക്കത്തുള്ളൂ. ആ 3 കാര്യങ്ങൾ വന്നാൽ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് എന്താണോ നമ്മുടെ ബ്രേക്ക് ഈവൻ, ആ ഒരു ബ്രേക്ക് ഈവൻ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് എക്സ്പയറി ആവുന്ന സമയത്ത് എന്തായിരിക്കും അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി. ഈ വാക്ക് കേട്ട് നിങ്ങൾ വലിയ സംഭവങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇപ്പം ഈ എക്സാമ്പിൾ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്, അതിനെയാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. വേറെ വലിയ സംഭവങ്ങളൊന്നുമല്ല. എന്താണോ അതിൻ്റെ സാധാരണ റിലയൻസിൻ്റെ ചാർട്ടിൻ്റെ വില മൈനസ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ചാർട്ടിൻ്റെ വില, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇൻട്രിൻസിക് വാല്യൂയിൽ ഒരു ചെറിയ കാര്യമുണ്ട്, ഒരിക്കലും അവിടെ മൈനസ് ഫിഗർ എടുക്കത്തില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി നെക്സ്റ്റ് സ്ലൈഡ് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ നിങ്ങൾ ബൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഈ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ബ്രേക്ക് ഈവൻ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എവിടെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടുള്ള കാര്യം, ഫോർ എക്സാമ്പിൾ നമ്മുടെ സിനാരിയോ 1 എന്തായിരുന്നു? നമ്മൾ 2313 നിൽക്കുന്ന സമയത്ത് നമ്മൾ 2300 ഒരു സ്ട്രൈക്ക് പ്രൈസ് ആയിരുന്നു നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ആയത്. എക്സ്പയറി ആയ സമയത്ത് അത് 2295 ശരി. അങ്ങനെ ഇതിൻ്റെ എക്സ്പയർ ആയപ്പോഴത്തേക്ക് സ്പോട്ട് പ്രൈസ് എത്രയാണ്? 2295. അതെ, മൈനസ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വില പറഞ്ഞുറപ്പിച്ചത് സെല്ലറുമായിട്ട് 2300. അപ്പോൾ സത്യത്തിൽ -5 അല്ലേ വരേണ്ടുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും മൈനസ് ഫിഗർ വരത്തില്ല. അതായത് നമ്മുടെ എക്സ്പയറിയിൽ 0 മാത്രമേ വരൂ. അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു ലോജിക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ. എന്തുകൊണ്ടായിരിക്കും? കാര്യം വേറൊന്നുമല്ല, അതിനി 5 പോയിന്റ് അല്ല, 50 പോയിന്റ് അല്ല, 100 പോയിന്റ് അല്ല, 200 പോയിന്റ് അല്ല, 300 പോയിന്റ് താന്നിടിഞ്ഞാലും ബയ്യർക്ക് ആദ്യം കൊടുത്ത ആ പ്രീമിയം എമൗണ്ട് മാത്രമേ പോണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് ഫിഗർ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാത്തത്. അവിടെ 0 ആയിട്ടേ കൂട്ടത്തുള്ളൂ. ഇൻട്രിൻസിക് വാല്യൂ എക്സ്പയറിയിൽ വരുമ്പോൾ സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴെയാണ് സ്പോട്ട് പ്രൈസ് എങ്കിൽ അവിടെ നമ്മൾ 0 ആയിട്ടേ കൂട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ 2300 ആയിരുന്നു സ്ട്രൈക്ക് പ്രൈസ്. ആദ്യത്തെ സിനാരിയോയിൽ 2295 ക്ലോസ് ആയത്. അപ്പോഴത്തേക്ക് അവിടെ -5 എന്ന് പറയുന്ന ഒരു ഇതല്ലേ വന്നത്. അപ്പോൾ അവിടെ മൈനസ് എടുക്കത്തില്ല, പകരം 0. ഇൻട്രിൻസിക് വാല്യൂ 0 ആയിട്ടേ കൂട്ടത്തുള്ളൂ. അതായത് ഓപ്ഷൻ ബയ്യറിൻ്റെ ആദ്യത്തെ കൊടുത്ത ആ ഒരു പ്രീമിയം മാത്രം പോയി, വേറെ ഒന്നുമില്ല. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്തായിരിക്കും അത് മനസ്സിലാക്കാൻ. ഇപ്പം നമുക്ക് IV എന്താണെന്നറിയാം, സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്, അതാണ് IV എന്ന് പറയുന്നത്. എക്സ്പയറി ആവുന്ന ദിവസം എന്താണോ സ്പോട്ട് പ്രൈസ് അത് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ IV 0 ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ആയിരുന്നോ ആദ്യം കൊടുത്ത ആ പ്രീമിയം അത് ലോസ് ആയിരിക്കും, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് IV 0 ആണെങ്കിൽ, അതായത് എക്സ്പയറി എത്തുന്ന സമയത്ത് സ്പോട്ട് പ്രൈസിനെയും കാട്ടി താഴെയാണ് സ്ട്രൈക്ക് പ്രൈസ് എങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് 0 ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? IV 0 ആയി. അതിൻ്റെ ഫോർമുല എന്തുകൊണ്ടാണ്? അതിൻ്റെ ഫോർമുല എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രിൻസിക് വാല്യൂ മൈനസ് എത്രയാണോ നമ്മുടെ പ്രീമിയം കൊടുത്തത്. 0 - 14 എത്രയാണ്? ഇത് തന്നെയാണ്, -44 തന്നെയാണ്. അപ്പോൾ ഈ 11,000 നമ്മൾ ആദ്യം കൊടുത്ത ഒരു പ്രീമിയം, അത് നമുക്ക് നഷ്ടപ്പെടുന്നു. അത് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനാണ്. IV 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് 0 ആണ്. ഇനി നമ്മുടെ ബ്രേക്ക് ഈവൻ കണ്ടുപിടിക്കാൻ വേണ്ടി അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ ബ്രേക്ക് ഈവൻ പിടിക്കാൻ വേണ്ടി എന്താ സിമ്പിൾ സംഭവം എന്താണ്? സാധാരണഗതിയിൽ നമ്മളൊരു ബിസിനസ്സിൽ തന്നെ എന്താണ്, നമുക്ക് ചിലവായ കാശ് എത്രയാണ്, നമ്മൾ ആദ്യം പേ ചെയ്ത കാശ് എത്രയാണ്, ഇത്രയേ ഉള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കച്ചവടം നടത്തുന്ന ഒരാളാണെന്ന് വെച്ചോ. നമ്മളൊരു കച്ചവടം നടത്തുന്ന ഒരാളാണ്. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മളൊരു കടയിലേക്ക് സാധനം എടുത്തിട്ട് അത് മറിച്ച് വിൽക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഞാനൊരു മൊബൈൽ ഫോൺ ഹോൾസെയിൽ ഡീലറിൽ നിന്ന് വാങ്ങിച്ചു. എനിക്ക് 11,000 രൂപയായി. പിന്നെ എൻ്റെ കടയുടെ കറണ്ട് ബില്ല് കാര്യങ്ങളെല്ലാം കൂടെ 500 രൂപ, 11,500 രൂപ. അപ്പോൾ നമ്മുടെ ബ്രേക്ക് ഈവൻ എത്ര? നമ്മൾ വാങ്ങിച്ച വില പ്ലസ് നമുക്കുണ്ടാവുന്ന കോസ്റ്റ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ എഗ്രിമെൻറ്റ് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചേക്കുന്ന വില 2300. അതേ പ്ലസ് നമ്മൾ ആദ്യം എത്രയാണോ സെല്ലർക്ക് കൊടുത്ത ഒരു പ്രീമിയം 44 രൂപ. 2300 + 44 രൂപ, അതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ. അപ്പോൾ
ഈ ഒരു കേസിൽ ഒരു ഓപ്ഷൻ ബയ്യർക്ക് നമുക്ക് ആദ്യമേ അറിയാം, നമ്മളിപ്പോൾ 2300 കോൾ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എത്രയാണോ ഒരു പ്രീമിയം കൊടുക്കുന്നത്, അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ഊഹിക്കാം 2300 പ്ലസ് 2044 രൂപ, 2344 രൂപയാണ് എൻ്റെ ചിലവ്. എക്സ്പയറി ആകുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കണം, നമുക്ക് സ്പോട്ട് പ്രൈസ് ഇത്രയേ ഉള്ളൂ, വേറെ ഭീകര കാര്യങ്ങളൊന്നുമില്ല. സിംപ്ലി പറഞ്ഞാൽ ഇത് കൂടാതെ നമുക്ക് ഓപ്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഞാനത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ യൂസ് ആസ് ഇത് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ എക്സാമ്പിൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി, ബ്രേക്ക് ഈവൻ പോയിന്റ് മനസ്സിലായി. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യമാണ് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഒരു ഓപ്ഷൻ ബയർ എപ്പോഴും എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടുള്ള ഒരു കാര്യമാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇത് മൂന്നും നിങ്ങൾ മനസ്സിലോട്ടൊന്ന് ഇടിച്ച് കയറ്റിയേക്കുക. ഓക്കെ, പിന്നെ ഇതിനെല്ലാം പുറമേ ആയിട്ട് നമുക്കിതൊരു ട്രേഡിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് നിങ്ങളും ചിന്തിച്ചു. ഓക്കെ, ട്രേഡിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ 44 രൂപയ്ക്ക് ഈ പ്രീമിയം വാങ്ങിക്കുന്നു, ഇതൊരു 56 60 ഒക്കെ എത്തുമ്പോൾ നമ്മളത് വിറ്റ് കളയും. അതാണ് ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ എക്സ്പയറി വരെ വെച്ചുകൊണ്ടിരിക്കത്തൊന്നുമില്ല. ഇനി അതുപോലെ ഷോർട്ടിങ് ഓൺ ഡെലിവറി ട്രേഡ്സ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമുക്കിപ്പോൾ ഈ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാനും പറ്റും. അതിൻ്റെ വ്യൂ പോയിന്റ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ അടുത്ത സ്ലൈഡിൽ പറയാം. നമുക്ക് മോർ പ്രോഫിറ്റ് ഓർ ലോസ് വിത്ത് ലെസ് ക്യാപിറ്റൽ. അപ്പോൾ ഇതിൻ്റെ ക്യാപിറ്റൽ എത്ര ആവുന്നുള്ളത് നമ്മളൊന്ന് അറിയണ്ടേ. ഇനി നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിപ്പം നമ്മുടെ സെറോദ മാർജിൻ കാൽക്കുലേറ്ററും ഉണ്ട്, അപ്സ്റ്റോക്സിൻ്റെ മാർജിൻ കാൽക്കുലേറ്ററും. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ അപ്സ്റ്റോക്സിൻ്റെ മാർജിൻ കാൽക്കുലേറ്ററിൽ വന്നു. ഇവിടെ എക്സ്ചേഞ്ച് NSE എന്നാണ്. നമുക്ക് സെഗ്മെൻറ്റ് എന്താണ് അറിയേണ്ടുള്ളത്? ഇക്വിറ്റി ആണോ അല്ല ഫ്യൂച്ചേഴ്സ് ആണോ അല്ല, നമുക്ക് ഓപ്ഷൻസിനെ പറ്റിയാണ് അറിയേണ്ടുള്ളത്. ഓക്കെ, തൽക്കാലം ഡിസംബർ 30 എക്സ്പയർ. അതെ, നമ്മൾ ഡിസംബർ 30 എക്സ്പയർ. അതായത് ഇവിടെ നമ്മൾ ഏതാണ് ടിക്കർ, നമ്മുടെ ഏതാണോ സ്റ്റോക്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്താണ് നമ്മുടെ സ്റ്റോക്ക്? റിലയൻസ് ആണ് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റിലയൻസ് ഒറ്റ സെക്കൻഡ് ഇപ്പോൾ എത്തും. റിലയൻസിനെ കിട്ടി. റിലയൻസിനെ നമ്മൾ ക്ലിക്ക് ചെയ്തു, എക്സ്പയറി ആണ് ദാണ്ടെ. ഇനി സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഇവിടെ 1480 കിടക്കുന്നത്. നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് എത്രയായിരുന്നു? 2300 അല്ലായിരുന്നു നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ്. ഓക്കെ, നമ്മൾ 2300 നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ. ഇത് വാങ്ങിക്കാൻ നമുക്ക് എന്തോ കാശ് വേണം. നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കെ. സാധാരണഗതിയിൽ നമുക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ മിനിമം 6,13,000 രൂപ വേണം അല്ലേ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. ഇനി ഫ്യൂച്ചേഴ്സ് വാങ്ങിക്കാനാണെങ്കിൽ നമുക്ക് മിനിമം 1,30,000 രൂപയെങ്കിലും വേണം. ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ എന്തായാലും കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും അതൊന്ന് കാണുക. ഫ്യൂച്ചേഴ്സിൽ എങ്ങനെയാണോ അതിൻ്റെ മാർജിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഓപ്ഷൻസിലാണെങ്കിൽ നിങ്ങൾ നോക്കേ, ഇവിടെ അപ്പ് ഫ്രണ്ട് മാർജിൻ ഇല്ല, എക്സ്പോഷർ മാർജിൻ ഇല്ല, വാല്യൂ അറ്റ് റിസ്ക് ഇല്ല, ഒരു പരിപാടിയില്ല. നമുക്ക് 20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവാൻ പറ്റും. പക്ഷേ നമുക്ക് നേരെ മറിച്ച് ഇത് ഇനി ഒന്ന് സെല്ല് ചെയ്യണമെങ്കിൽ അതിൻ്റെ വ്യത്യാസം നോക്കേ. അവിടെ അപ്പ് ഫ്രണ്ട് മാർജിൻ ഉണ്ട്, എക്സ്പോഷർ മാർജിൻ ഉണ്ട്, പറയുന്ന കണക്ക് നെറ്റ് പ്രീമിയം കൂടാതെ ടോട്ടൽ എമൗണ്ട് നമുക്ക് വേണ്ടി വരുന്നത് 1,44,882 രൂപയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ബൈ ചെയ്യാൻ വെറും 20,000 രൂപ, സെല്ല് ചെയ്യാൻ 1,44,882 രൂപ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന. അല്ലെ മാർജിൻ എവിടെ വന്ന് നോക്കണമെന്ന്. ഇനി ഇതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓപ്ഷൻ ബൈയിങ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നല്ലേ. പക്ഷേ ഈ ഓപ്ഷൻ ബൈയിങ് സൂപ്പറായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രോബബിലിറ്റി നമുക്ക് 3 ആണെങ്കിൽ അതിനകത്ത് 2 തവണയും ഓപ്ഷൻ സെല്ലേഴ്സ് വിൻ ചെയ്യാനാണ് സാധ്യത. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ടെക്നിക്കൊക്കെ പഠിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാശ് കൊടുക്കുന്നു, ആ കാശ് പ്രീമിയം ഇപ്പോൾ വില കുറഞ്ഞാലോ വില അതുപോലെ നിന്നാലോ നമുക്ക് ആ പ്രീമിയം അങ്ങ് പോകത്തല്ലേ ഉള്ളൂ. പക്ഷേ ഒരു ഓപ്ഷൻ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിലയൻസിൽ പഠിച്ചത് എന്താണ്? അല്ല, റിലയൻസ് പോട്ടെ, അതിലും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തക്കാളിയുടെ കഥയാണ്. ആ തക്കാളി ഒന്ന് ഓർത്തു നോക്കെ. നമ്മൾ 100 രൂപയാണ് വില പറഞ്ഞത്. ഇനി തക്കാളിക്ക് 500 രൂപ കിലോയിൽ എത്തിയാലും പുള്ളി നമുക്ക് 300 രൂപയ്ക്ക് തന്നല്ലേ, അല്ല 100 രൂപയ്ക്ക് തന്നല്ലേ പറ്റത്തുള്ളൂ. അപ്പം പുള്ളിയുടെ നഷ്ടം എത്ര ഭീകരമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കെ. അതുപോലെ റിലയൻസ് 2,313 രൂപ നിൽക്കുന്ന സമയത്ത് നമ്മൾ 2,300 രൂപയുടെ കോൾ ഓപ്ഷൻ വാങ്ങിച്ചു. 44 രൂപ മാത്രമേ നമ്മൾ പ്രീമിയം കൊടുത്തുള്ളൂ. ഈ പ്രീമിയം ഇനി റിലയൻസിൻ്റെ പ്രൈസ് അങ്ങ് കയറി പോയി ഈ പ്രീമിയം ഇനി 150 എത്തിയാലും
പുള്ളി നമുക്ക് 44 രൂപയ്ക്ക് തന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ അത്രയും നഷ്ടം, ഭീകരമായിട്ടുള്ള നഷ്ടമാണ് ഓപ്ഷൻ സെല്ലർക്ക് വരാൻ സാധ്യത. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ അതൊന്നും ഇപ്പോൾ ചിന്തിച്ച് തലയിലോട്ട് കയറ്റണ്ട. നിങ്ങൾക്കിപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കോൾ ഓപ്ഷൻ എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ ഈ കോൾ ഓപ്ഷൻ എങ്ങനെ വാങ്ങാൻ വയ്ക്കാമെന്ന് മനസ്സിലായി. എവിടെയാണ് നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഓപ്ഷൻ ചെയിൻ എവിടെ പോയി നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ മാർജിൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇനി നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ ട്രേഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഈവൺ ആണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വളരെ അറിഞ്ഞിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിപ്പം ഒരു ഓപ്ഷൻ ബയ്യറിൻ്റെ പെർസെപ്ഷനിലൂടെ നമ്മളിപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഓപ്ഷൻ സെല്ലറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരും വീഡിയോസിൽ നമ്മൾ സെൻസിബിൾ എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ സഹായത്തോടു കൂടി പല സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മളത് മനസ്സിലാക്കും. അപ്പോൾ ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി മടക്കി ഒതുക്കി നമ്മളൊരു സ്ലൈഡിൽ, ഒറ്റ സ്ലൈഡിൽ സിമ്പിളായിട്ട് എന്താണ് കോൾ ഓപ്ഷൻ എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് നിങ്ങൾ കോൾ ഓപ്ഷൻ വാങ്ങിക്കേണ്ടുള്ളത്, എപ്പോഴാണ് നിങ്ങൾ കോൾ ഓപ്ഷൻ വിൽക്കേണ്ടുള്ളത്, ഇത്രയും മാത്രം നമ്മൾ പറയുന്നു. ഈ വീഡിയോ നമ്മൾ ഖുദാഹവ നിർത്തുന്നു. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ താണ്ടെ ഈ ഒരു സ്ലൈഡിൽ വന്നിരിക്കുകയാണ്. കോൾ ഓപ്ഷന് എപ്പോഴും CE എന്നാണ് പറയുന്നത്, പുട്ട് ഓപ്ഷന് PE എന്നും. ഓക്കെ, അതെപ്പോഴും മൈൻഡിൽ വേണം. ഇനി നിങ്ങൾ സിമ്പിൾ ഇതൊന്ന് വായിച്ചു നോക്കേ. കോൾ ഓപ്ഷൻ ഇനി നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. കാര്യം നമ്മൾ എക്സാമ്പിളും കാര്യങ്ങളും എല്ലാം അടക്കം എല്ലാ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. Call option are a type of derivative contract that gives the buyer the right but not the obligation to purchase a specified number of shares at a predetermined price known as the strike price of the option. എത്ര സിമ്പിളാണ്. ഇതിനകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ബയ്യർ ദ റൈറ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ബയ്യർക്കാണ് അത് എക്സ്പയർ ആവുന്ന ദിവസം വാങ്ങിക്കണോ വിൽക്കണോ, അതായത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു അവകാശം ബയ്യർക്കുണ്ട്. ഇപ്പോൾ പ്രൈസ് താന്നു പോവുകയാണെങ്കിൽ ബയ്യർക്ക് വാങ്ങണ്ട, പ്രൈസ് സ്റ്റേ ആയിട്ട് നിൽക്കുകയാണെങ്കിലും ബയ്യർക്ക് വാങ്ങിക്കണ്ട. ഓക്കെ, ബയ്യർ പ്രൈസ് കൂടിയാൽ മാത്രമേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഇനി ഈ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കെ. ബയ്യർക്ക് അവിടെ റൈറ്റ് ഉണ്ട്, പക്ഷേ ഒരു ഒബ്ലിഗേഷനും ഇല്ല, ഒരു ബാധ്യതയും ഇല്ല ടു പർച്ചേസ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർ. ഈ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ലോട്ട്, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ലോട്ട് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്, അതിനെയാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര ക്ലിയർ ആയിട്ട് അസൈൻ ചെയ്താണ് നമ്മൾ കാര്യങ്ങളെല്ലാം അതിൻ്റെ അലൈൻ ചെയ്തതിൻ്റെ രീതിക്കാണ് പറഞ്ഞു വന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോട്ട് പ്രൈസ്, ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് റൈസസ് എബോവ് ദ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ്, ദ ഓപ്ഷൻ ഹോൾഡർ അതായത് ബയ്യർ ക്യാൻ എക്സസൈസ് ദെയർ ഓപ്ഷൻ. അതെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. നമ്മുടെ മാർക്കറ്റ് പ്രൈസ്, നമ്മൾ എന്താണ് ഇൻട്രിൻസിക് വാല്യൂ അപ്പോൾ എക്സ്പയറിയിൽ പഠിച്ചത്, നമ്മുടെ സ്പോട്ട് പ്രൈസ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിൻ്റെ മുകളിൽ വന്നാൽ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് റൈസസ് എബോവ് ദ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ്, ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസിനെയും കാട്ടി മുകളിൽ നമ്മുടെ സ്പോട്ട് പ്രൈസ് വന്നാൽ അവിടെ ബയ്യർ ആ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യും. ഈ എക്സസൈസിങ് ദെയർ ഓപ്ഷൻ എന്നൊക്കെ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് പോയി കണ്ടിട്ട് വരിക, ആ ടേംസ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതുവഴി എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത്? ഇപ്പോൾ ബൈയിങ് അറ്റ് ദ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് സെല്ലിംഗ് അറ്റ് എ ഹയർ മാർക്കറ്റ് പ്രൈസ് ഇൻ ഓർഡർ ടു ലോക്ക് ഇൻ എ പ്രോഫിറ്റ്. ഈ ഒരു റിലയൻസിൻ്റെ കേസിലാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 2500 പ്രൈസ് എത്തിയായിരുന്നെങ്കിൽ നമ്മൾ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് അത് 2300 രൂപയ്ക്ക് വാങ്ങിക്കും. നമ്മൾ ആദ്യം കൊടുത്ത പ്രീമിയം എത്രയാണെന്ന് കൂട്ടും, 2344. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസിൽ നമുക്ക് ആ ഒരു സാധനം കിട്ടുന്ന സാധനം നമ്മൾ 2500 രൂപയ്ക്ക് വിൽക്കുന്നു. അതാണ് ഇവിടെ ബൈയിങ് അറ്റ് ദ സ്ട്രൈക്ക് പ്രൈസ്. നമ്മൾ ഏത് പ്രൈസിലാണോ വിചാരിച്ചു വെച്ചിരുന്നത് അതിൽ തന്നെ നമ്മൾ സെല്ലറിൻ്റെ നിന്ന് വാങ്ങിക്കുന്നു, എന്നിട്ട് നമ്മൾ ഹയർ പ്രൈസിൽ പുറത്ത് വിൽക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ഈ രണ്ട് സംഭവങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് മൈൻഡിൽ നോട്ട് ചെയ്യേണ്ടത്. ബൈ കോൾ ഓപ്ഷൻ ഇഫ് യുവർ വ്യൂ ഈസ് ബുള്ളിഷ്, അതായത് വേറൊന്നുമല്ല, നിങ്ങളുടെ സ്റ്റോക്ക് പ്രൈസിൻ്റെയോ അല്ലെ ഇൻഡെക്സ് മൂവ്മെൻറ്റിൻ്റെയോ നിങ്ങളുടെ വ്യൂ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അപ്പ് ആവുമെന്നാണെങ്കിൽ, ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങളത് കോൾ ഓപ്ഷൻ വാങ്ങിക്കുക. നേരെ മറിച്ച് നിങ്ങളുടെ സ്റ്റോക്ക് പ്രൈസ് ബെയറിഷ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ കോൾ ഓപ്ഷൻ വിൽക്കുക. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യമില്ല. ഈ കോൾ ഓപ്ഷൻ എങ്ങനെയാണ് വിൽക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. വെൻ സ്പോട്ട് പ്രൈസ് അപ്പ് കോൾ ഓപ്ഷൻ പ്രീമിയം വിൽ ഓൾസോ അപ്പ്. അത് നിങ്ങൾക്കറിയാം, നമ്മൾ ഇതിനകത്ത് പഠിച്ചതാണ്. ഇതാണ്ട് ഇതിൽ നമ്മൾ പഠിച്ചത്. ഇതിപ്പോൾ ഇതിൻ്റെ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് കൂടി വരുവാണെങ്കിൽ ഈ പ്രീമിയം കൂടി പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വെൻ സ്പോട്ട് പ്രൈസസ് അപ്പ് കോൾ ഓപ്ഷൻ പ്രീമിയം വിൽ ഓൾസോ മൂവ് അപ്പ് ബിക്കോസ് കോൾ ഓപ്ഷൻ മൂവ്മെൻറ്റ് ഹാസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അതെന്താ, അത് പിന്നെ അല്ലെങ്കിലും അങ്ങനല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങനല്ലാത്ത ഒരു സാഹചര്യം ഇനി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനാണ് പുട്ട് ഓപ്ഷൻ എന്നൊക്കെ പറയുന്നത്. ഞാൻ മുന്നോട്ട് പറഞ്ഞുതരാം. ബിക്കോസ്
ഒന്നുകൂടെ പറയാണ്, കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മുടെ സ്റ്റോക്ക് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അതേ ഡയറക്ഷനിലോട്ട് തന്നെ ആയിരിക്കും കോൾ ഓപ്ഷൻ്റെ മൂവ്മെൻറ്റ്. ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ പറ്റുന്ന രീതിയിൽ അത്രത്തോളം സിമ്പിളാക്കി ചുരുക്കി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളിത് കമൻറ്റ് ചെയ്യുക, അല്ലെ എന്നെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ ഒരുവിധം മനസ്സിലായിട്ടുണ്ട്. എന്താണ് കോൾ ഓപ്ഷൻ, കോൾ ഓപ്ഷനിൽ ബയ്യറുടെ അവകാശം എന്താണ്, എന്താണ് ബയ്യർക്കുള്ള ബെനിഫിറ്റ്, എന്താണ് ഓപ്ഷൻ പ്രീമിയം, അതിൻ്റെ കഥകൾ നിങ്ങൾക്കിപ്പോൾ അറിയാം. അതുപോലെ ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെ മനസ്സിലാക്കണം. ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിലോട്ട് ഒരു ബയ്യർ എൻ്റർ ആകുമ്പോൾ ആദ്യം പുള്ളിക്കാരൻ്റെ ബ്രേക്ക് ഈവൻ ആണ് നോക്കേണ്ടുള്ളത്. കോൾ ഓപ്ഷനിൽ ബയ്യറിൻ്റെ മെയിൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പയറി ആവുന്ന ദിവസം ആ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശമുണ്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയായിരുന്നു ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.